നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. തൃശൂർ തൃപ്രയാർ റൂട്ടിലെ ചിറക്കൽ സെന്ററിനടുത്ത് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങളൊന്നും തന്നെ അപകടത്തിൽ പെട്ടിട്ടില്ല. ബുധനാഴ്ച രാവിലെ 9:30യോടെയാണ് റോഡരികിലെ കൂറ്റൻ മരം കടപുഴകി വീണത്. ചിറക്കൽ താൽക്കാലിക പാലത്തിലൂടെ ഗതാഗത നിയന്ത്രണമുള്ളതിനാൽ ഈ റൂട്ടിൽ ഇന്നും ബസ് സർവീസ് മുടങ്ങിക്കിടക്കുകയാണ്. ഭാരവാഹനങ്ങൾ അല്ലാത്ത ചെറുവാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടന്നുപോയിരുന്നത്. മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കയ്പമംഗലം 3 പീടികയിൽ പ്രമുഖ ബാങ്കിന്റെ ATM കൗണ്ടർ തകരാറിലാക്കാൻ ശ്രമം നടന്നതായി കണ്ടെത്തി. EKS കോംപ്ലക്സിൽ തെക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന കൗണ്ടറിലാണ് പവർ സപ്ലൈ കേബിൾ മുറിച്ച നിലയിൽ കണ്ടെത്തിയത്. കൗണ്ടറിന്റെ പ്രവർത്തനം തകരാറിലായതോടെ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് കേബിൾ മുറിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം അറിഞ്ഞ് പോലീസ് കെട്ടിടത്തിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഈയിടെ നടന്ന ATM കവർച്ചയുടെ പശ്ചാത്തലത്തിൽ ഗൗരവമായാണ് ഈ സംഭവം കാണുന്നത്. 2 മാസം മുമ്പ് ഇതേ കെട്ടിടത്തിന് പിറകിൽ നിന്നും ഗ്യാസ് കട്ടറിന് ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു. വള്ളൂർ ആലുന്താഴം ശ്രീ മഹാവാരാഹി ദേവി ക്ഷേത്രത്തിലെ വാരാഹി തെയ്യം പാരമ്പര്യ തനിമയോടും ആചാര്യ പെരുമകളോടും കൂടിയ ഉത്സവാന്തരീക്ഷത്തിൽ ആഘോഷിച്ചു. മഹാഗണപതി ഹോമം, ഉപദേവന്മാർക്കും ദേവിക്കും വിശേഷ കലശാഭിഷേകങ്ങളുടെ വിശേഷ നിവേദ്യ സഹിതം പൂജകൾ എന്നിവ താന്ത്രികാചാര്യൻ പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും തെയ്യമണ്ഡപത്തിലേക്ക് തിരുമുഖവും തിരുവായുധവും എഴുന്നള്ളിച്ചതോടെ തെയ്യാട്ട ചടങ്ങുകൾ ആരംഭിച്ചു. തെയ്യമണ്ഡപത്തിലെ വിശേഷാൽ ആചാര പൂജകൾക്ക് മംഗലാപുരം ഗണേശ് പടപതബയാർ നേതൃത്വം നൽകി. മഞ്ചേശ്വരം നാദിബൈലു ശങ്കരനാരായണ ഭട്ട് തെയ്യമണ്ഡപത്തിൽ സന്നിധനായി. ദേവിയുടെ പ്രീതിക്കും അനുഗ്രഹകലയുടെ വർധനവിനും വേണ്ടി നടത്തിയ തെയ്യത്തിൽ 40ഓളം വിവിധ രംഗങ്ങളിലെ കലാകാരന്മാർ സന്നിധരായി. ഭക്തർക്ക് ക്ഷിപ്രം അനുഗ്രഹം സിദ്ധിക്കുമെന്ന് വാരായി തെയ്യം കൽപ്പിച്ചിരുന്നു. അമ്മയുടെ ഭക്തരായ ആയിരങ്ങൾ തെയ്യോത്സവത്തിലും അമൃത ഭോജനത്തിലും പങ്കെടുത്തു. ക്ഷേത്രഭാരവാഹികളായ പ്രവീൺ പണ്ടാരത്തിൽ, സിനീഷ് തണ്ടാശ്ശേരി, സുബിൻ കാരാമാക്കൽ എന്നിവർ തെയ്യോത്സവത്തിന് നേതൃത്വം നൽകി. തളിക്കുളം വല്ലത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ശീവേലി, ശ്രീഭൂതബലി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശേഷം ഉച്ചപൂജ, പ്രസാദൂട്ട് എന്നിവ ഉണ്ടായി. തുടർന്ന് വൈകിട്ട് 3 ആനയുടെ അകമ്പടിയോടെ പൂരം എഴുന്നള്ളിപ്പ് നടന്നു. തോട്ടേക്കാട്ട് വിനായകൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പെരുവനം സതീശന്മാരാർ പഞ്ചവാദ്യം, മേളം എന്നിവയ്ക്ക് പ്രാമാണികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് VV രാജൻ, സെക്രട്ടറി VV ബാബു, ഖജാൻജി VP ശശീന്ദ്രൻ, രക്ഷാധികാരികളായ അജിത് രാജ്, സോമസുന്ദരൻ എന്നിവർ നേതൃത്വം നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം സമാപന സമ്മേളനവും ട്രോഫി വിതരണവും നടത്തി. കാഞ്ഞാളി സിംല മാളിൽ ചേർന്ന യോഗം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ലോ ഫീൽഡ് താനാപ്പാടം, 2ാം സ്ഥാനം നേടിയ നാടൻസ് മാമ്പുള്ളി എന്നീ ടീമുകൾക്കും മറ്റ് സമ്മാനാർഹരായ കുട്ടികൾക്കും സമ്മാനദാനം നടത്തി. വൈസ് പ്രസിഡന്റ് ബീന സേവിയർ, വാർഡ് മെമ്പർമാരായ ജിൻസി മരിയ, കവിത രാമചന്ദ്രൻ, ഷെയ്ലി റാഫി, കൃഷ്ണേന്ദു ഷിജിത്ത്, പഞ്ചായത്ത് സ്റ്റാഫ്, ക്ലബ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. അന്തിക്കാട് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം CC മൂന്നൻ MLA നിർവഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരനും ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്തും മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക CV സീന, PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട്, വികസന സമിതി മെമ്പർ MK സതീശൻ, അന്തിക്കാട് പഞ്ചായത്ത് മെമ്പർമാർ CPM ലോക്കൽ സെക്രട്ടറി KV രാജേഷ്, CPI ലോക്കൽ സെക്രട്ടറി TM സലീഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ്, BJP പ്രതിനിധി ഗോകുൽ കരിപ്പിള്ളി, സ്കൂൾ വികസന സമിതി കൺവീനർ AV ശ്രീവത്സൻ എന്നിവർ പങ്കെടുത്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം. തുടർകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.